വരുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് ഈ പന്തലിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഇത്രയും ദുർഗന്ധം സഹിച്ച് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഈ 70 വയസ്സും 80 വയസ്സും 2 വയസ്സും 3 വയസ്സുള്ള കുട്ടികളടക്കം ഇവിടെ വന്ന് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ ഈ ജനത അനുഭവിക്കുന്ന ദുരന്തം എത്രയായിരിക്കും? ഒരുപാട് ഐക്യദാർഢ്യങ്ങള് അമ്പലമുക്കിലെ പന്തലിലേക്ക് നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജനതയെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ സംഘടന എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. പലപ്പോഴായിട്ട് അബ്ബാസ് ഖാനെ പോലുള്ളയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻകുട്ടിക്കാനെയും ഫവാസിനെ പോലെയൊക്കെയുള്ള ആൾക്കാര് ഒരുപാട് പ്രാവശ്യം ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമരപ്പന്തലിൽ എത്തി. അബ്ബാസ് ഖാനെ പോലുള്ള ആളുകൾ ഒരുപാട് വർഷമായിട്ട് ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ ചില കുബുദ്ധികള് നമ്മൾക്കെതിരെ തിരിയുന്നുണ്ട്. അതെന്തിന്റെ രാഷ്ട്രീയ ലാഭമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു ജനത ശ്വാസം മുട്ടി മരിക്കുമ്പോ അവര് നടത്തുന്ന പ്രതിഷേധ സമരത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില സംഘടനകള്, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ സമരം ഒരു അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭങ്ങൾക്കോ വേണ്ടിയിട്ടല്ല. ശ്വാസം മുട്ടി മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ സമരമാണിത്. ഞങ്ങൾ ചോദിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്വസ്ഥമായി ഞങ്ങളെ വീട്ടിൽ കിടന്നുറങ്ങാൻ ഒരു അവസരം, മക്കളെയും കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവനവന്റെ വീട്ടില്, അവനവന്റെ വീട്ടുമുറ്റത്ത്, അവനവന്റെ പറമ്പിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അത് മാത്രമാണ് ഞങ്ങൾ ഈ സമയം വരെ ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് ഒരു പറ്റം കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, ചില മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ കക്ഷികളുടെ ഒത്താശയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അധികാരവർഗം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കണ്ടു വളരെ ദാരുണമായ ഒരു സംഭവം. വെറും 5ഓളം ലേഡീസ് ആയിട്ടുള്ള മെമ്പർമാരും കുറച്ച് ആളുകളുള്ള ഒരു പന്തലിലേക്ക് അക്രമമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ തൊട്ടടുത്ത പ്രദേശത്തത് കുറെ ഗുണ്ടകള്. അവര് ആർക്ക് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്? അവരാർക്ക് വേണ്ടിയാണ് ഈ ആയുധം എടുത്തിട്ടുള്ളത്? അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെയൊക്കെ വീട്ടിലുമില്ലേ അച്ഛനും അമ്മയും പെങ്ങളും കുട്ടികളും ഒക്കെ? നിങ്ങളുടെ പ്രദേശത്തേക്ക് ഒരു പക്ഷേ അതിന്റെ സ്മെല്ലെത്തിയിട്ടിരിക്കില്ല. എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഫ്രഷ് കട്ടിന്റെ സാമ്പത്തികം വാങ്ങിയിട്ട് ഫ്രഷ് കട്ടിലേക്ക് വരുന്ന ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ അടിച്ചോടിക്കാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ബഹുമാനപ്പെട്ട പോലീസിനോട് ഞങ്ങൾ ചോദിച്ചത് അത് തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സംരക്ഷണം ഫ്രഷ് കട്ടിലുണ്ട്. പിന്നെ മറ്റൊരു പ്രദേശത്ത് നിൽക്കുന്ന ഗുണ്ടകളെ എന്തിനാണ് നിങ്ങൾ ഈ സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത്? അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ ഗുണ്ടകളെ ഇവിടുന്ന് പറഞ്ഞയക്കാം. ഫ്രഷ് കട്ടിൽ അങ്ങനെ ഒരു ഗുണ്ടകൾ ആവശ്യമില്ലല്ലോ.